നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. സംസ്ഥാനത്ത് ബസ് ചാർജ് കൂട്ടാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓർഡിനറി ബസ്സുകളുടെ മിനിമം നിരക്ക് 6 രൂപയിൽ നിന്നും 7 രൂപയാക്കി ഉയർത്തി. MP ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കുറഞ്ഞത് 20,000 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിജയിക്കുമെന്ന് UDF-ഉം 60,000 വോട്ടുകൾക്ക് ജോയ്സ് ജോർജ് വിജയിക്കുമെന്ന് LDF-ഉം. തായ്ക്കൊണ്ടോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് കരിങ്കുന്നത്ത് കളമൊരുങ്ങുമ്പോൾ കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ തായ്ക്കൊണ്ടോയിൽ മെഡൽ നേടിയ കുട്ടികൾ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഫണ്ടമെന്റൽ അക്വാറ്റിക് സെന്ററിൽ അവധിക്കാലത്തോടനുബന്ധിച്ച് നീന്തൽ പരിശീലന ക്യാമ്പ് നടന്നു. ഇരുട്ടിനെ അറിവിന്റെ വെളിച്ചം കൊണ്ട് പ്രഭാപൂരിതമാക്കി +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി റസൽ ബാബു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ബസ് ചാർജ് വർധനവിന് മന്ത്രിസഭാ യോഗം പച്ചക്കൊടി നൽകി. മിനിമം ചാർജ് 7 രൂപയാക്കി. നിലവിൽ 6 രൂപയാണ് മിനിമം ചാർജ്. ഫാസ്റ്റ് പാസഞ്ചറുകളുടെ ചാർജിൽ 2 രൂപയുടെ വർധനവ് ഉണ്ടായേക്കും. ഈ മാസം 20-ാം തീയതി മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വരും. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ചാർജ് വർധനവിനായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ഏകദേശം അതേപടി നടപ്പാക്കുകയായിരുന്നുവെന്ന് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വോൾവോ ബസ്സുകൾ 1 രൂപ 20 പൈസയിൽ നിന്ന് 1 രൂപ 30 പൈസയാവും. മിനിമം ചാർജ് 35 രൂപയിൽ നിന്ന് 40 രൂപയാവും. മൾട്ടി ആക്സിൽ സർവീസസ് അതിപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സർവീസസ് അത് പുതുതായിട്ട് വരുന്നതാണ്. മിനിമം ചാർജ് 70 രൂപയായിട്ട് 20-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്തു നിന്ന് ഓർഡിനറി ബസ്സിന് 10% 10.34 ആണ്. സിറ്റി ഫാസ്റ്റിന് 9.7%. മിനിമം ചാർജിന് പുറമെ കിലോമീറ്റർ ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓർഡിനറി സർവീസ് കിലോമീറ്റർ ചാർജ് 58 പൈസയിൽ നിന്ന് 64 പൈസയാക്കി ഉയർത്തി. മിനിമം ചാർജ് 1 രൂപയും വർദ്ധിപ്പിച്ചു. സിറ്റി ഫാസ്റ്റ് സർവീസ് കിലോമീറ്റർ ചാർജ് 6 പൈസ വർദ്ധിപ്പിച്ചു. മിനിമം ചാർജിൽ 1 രൂപയാണ് വർധന. ഫാസ്റ്റ് പാസഞ്ചർ സർവീസിന് മിനിമം ചാർജ് 8 രൂപയിൽ നിന്നും 10 രൂപയാക്കി ഉയർത്തി. സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ കിലോമീറ്റർ ചാർജ് 65 പൈസയിൽ നിന്ന് 75 പൈസയാക്കി ഉയർത്തി. മിനിമം ചാർജ് 12 രൂപയിൽ നിന്ന് 13 രൂപയാക്കി ഉയർത്തി. സൂപ്പർ എക്സ്പ്രസിന്റെ മിനിമം ചാർജ് 17 രൂപയിൽ നിന്നും 20 രൂപയാക്കി ഉയർത്തി. ലക്ഷറി സർവീസിന് മിനിമം ചാർജ് 35 രൂപയിൽ നിന്നും 40 രൂപയായും വോൾവോ സർവീസിന്റേതും 35 രൂപയിൽ നിന്ന് 40 രൂപയായി ഉയർത്തി. വിദ്യാർത്ഥികളുടെ ചാർജ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർധന സംബന്ധിച്ച് വിശദമായി പഠിച്ചതിനു ശേഷം 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ രാമചന്ദ്രൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടതായും തിരുവഞ്ചൂർ പറഞ്ഞു. ഞങ്ങൾ ഇത് കൂടാതെ വിദ്യാർത്ഥികളുടെ ചാർജിൽ ഇത് ഒന്നും തൊട്ടിട്ടേയില്ല. അതേസമയം വിദ്യാർത്ഥികളുടെ ചാർജിനെ സംബന്ധിച്ച് ഈ സെയിം കമ്മിറ്റിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ് ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ചാർജ് വർധനയല്ലാതെ മറ്റ് പോംവഴികളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. MP ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കുറഞ്ഞത് 20,000 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിജയിക്കുമെന്ന് UDF-ഉം 60,000 വോട്ടുകൾക്ക് ജോയ്സ് ജോർജ് വിജയിക്കുമെന്ന് LDF-ഉം അവകാശപ്പെടുന്നു. ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ചരിത്രം UDF-ന് അനുകൂലമാണ്. 3 തവണ മാത്രമാണ് LDF-ന് വിജയക്കൊടി പറിക്കാനായത്. പക്ഷേ ഈ 3 തവണയും കേരള കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു വിഭാഗം ഇടതുമുന്നണിക്ക് ഒപ്പമുണ്ടായിരുന്നു. ഇക്കുറി പ്രത്യക്ഷത്തിൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒപ്പമില്ലെങ്കിലും പരമ്പരാഗത കേരള കോൺഗ്രസ് UDF കൂട്ടുകെട്ടുകളിൽ ഒരു വലിയ പങ്കിന്റെ പിന്തുണ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. കസ്തൂരി രംഗൻ പട്ടയപ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന അടിയൊഴുക്കുകളാണ് ഇതിന് കാരണം. വലതുപാളയത്തിൽ നിന്നും കണ്ടെത്തിയ സ്ഥാനാർത്ഥിയുടെ വ്യക്തിബന്ധങ്ങൾ ഇടതുപക്ഷത്തിന് ബോണസാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി. രാഷ്ട്രീയത്തിന് അതീതമായി ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ ബാധിക്കുന്ന
കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായി വളർന്നു വന്നൊരു ജനകീയ പ്രക്ഷോഭമുണ്ട്. ആ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നൊരു ഐക്യം, ആ ഐക്യം ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ജില്ലയിൽ മാറിയിട്ടുണ്ട്. എന്നാൽ സഭയുടെ സ്ഥാനാർത്ഥി എന്ന വിശേഷണം ഇടതു സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ നഷ്ടമാകുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഈ അടിയൊഴുക്ക് UDF ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ന്യൂനപക്ഷത്തിന്റെ മോഡി ഫീതിയും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് UDF കരുതുന്നു. ഇടതുമുന്നണിയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ചേർന്നുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ ജനം തിരസ്കരിച്ചതായി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. പക്ഷേ ആ വിശുദ്ധ കൂട്ടുകെട്ടിനെ തെറ്റാണ് എന്നും അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവകാശവാദങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. ഒപ്പം ഇരുപക്ഷത്തിനും ആത്മവിശ്വാസത്തിനും കുറവില്ല. മറയൂരിൽ നവജാത ശിശുവിനെ വീട്ടുമുറ്റത്തെ ആട്ടിൻകൂട്ടിൽ പടുതയ്ക്കടിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ചേർന്ന് കുഞ്ഞിനെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മറയൂർ പുളിക്കര വയലിൽ പാറപ്പെട്ടി കോളനിയിൽ മാരിയമ്മയുടെ തൊഴുത്തിലാണ് ആൺകുഞ്ഞിനെ കണ്ടെത്തിയത്. മാരിയമ്മയുടെ മകളും വിധവയുമായ റോസ്മേരി പ്രസവിച്ച കുട്ടിയാണ് ഇതെന്ന് പോലീസ് കണ്ടെത്തി. റോസ്മേരിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവർ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി മറയൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ ആടുകളെ പുറത്തുകെട്ടാനായി വന്ന അയൽവാസിയായ മുത്തുവെന്ന ബാലനാണ് കുഞ്ഞ് കിടക്കുന്നത് ആദ്യം കണ്ടത്. നേർത്ത കരച്ചിൽ ശ്രദ്ധയിൽപ്പെട്ട മുത്തു പൂച്ചക്കുട്ടിയായിരിക്കുമെന്ന് കരുതി പടുത ഉയർത്തി നോക്കിയപ്പോഴാണ് പഴയ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കുഞ്ഞിനെ കണ്ടത്. അയൽവാസിയും പഞ്ചായത്ത് അംഗവുമായ രവിചന്ദ്രനും ഭാര്യ മുരുക സെൽവിയും എത്തി കുട്ടിയെ എടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകി. ചൈൽഡ് ലൈൻ പ്രവർത്തകരും മറയൂരിലെ ആശുപത്രിയിൽ നിന്നുള്ളവരും ചേർന്ന് ശിശുവിനെ ഉടൻ തന്നെ അടിമാലി സർക്കാർ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ട് 3:30 കുട്ടി മരിക്കുകയായിരുന്നു. அந்த பார்த்த பையன் என்ன சம்பவம்னு சொல்லும்போது ஏன்னா இந்த மாதிரி இந்த இடத்துல ஒரு குழந்தைய உபயோகிச்ச நிலையில இப்போ பிறந்த குழந்தை இந்த மாதிரி கிடக்குங்க. நானும் அது விசுவாசத்தில் எடுக்கல. இருந்தாலும் கூட இந்த பையனுக்குள்ள ஒரு பதட்டத்தெல்லாம் வச்சு பார்க்கும்போது சரி நானும் உடனே இறங்கி வீட்டுக்கு வந்து இங்கே வந்து பார்க்கும்போது சம்பவம் உண்மை. அது கழிஞ்சிட்டு போலீஸ் ஸ்டேஷன் அறிவிச்சோம். ഹെൽത്തിൽ അറിയിച്ചു. ഇപ്പൊ அவங்க വന്നിട്ട് இருக்காங்க. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ റോസ്മേരി ആട്ടിൻകൂട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തീർത്തും അവശനിലയിലായിരുന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആശുപത്രിയിൽ ശിശുരോഗ വിദഗ്ധൻ ഇല്ലാത്തതിനാൽ ശിശുവിനെ ആംബുലൻസിൽ 80 കിലോമീറ്റർ ദൂരെയുള്ള അടിമാലി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അവിടെയും കുട്ടികളുടെ ഡോക്ടർ ഇല്ലാതിരുന്നതിനാൽ പൈനാവിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടെയും കുട്ടികളുടെ ഡോക്ടർ ഇല്ലെന്ന് അറിഞ്ഞതോടെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഏറെ വൈകി ആശുപത്രിയിൽ എത്തിച്ചതോടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ ശ്രമം പാഴാവുകയും ചെയ്തു. VBC ന്യൂസ് ഇടുക്കി. തായ്ക്കൊണ്ടോ എന്ന കൊറിയൻ ആയോധന കലയുടെ നേട്ടങ്ങൾ കൊയ്യുകയാണ് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ തായ്ക്കൊണ്ടോ അഭ്യസിച്ചു വരുന്നു. ഇവരിൽ 10ഓളം പേർ ബ്ലാക്ക് ബെൽറ്റ് നേടിക്കഴിഞ്ഞു. തായ്ക്കൊണ്ടോയിൽ മറ്റൊരു സ്കൂളിന് നേടാൻ കഴിയാത്ത വിജയമാണിത്. സ്കൂളിലെ വിദ്യാർത്ഥികളായ M ദേവപ്രസാദ്, ജിത്തു ബേബി, സുജിത് ബാബു, VS സൗമ്യ, ജസ്റ്റീന എലിസബത്ത് സ്റ്റാൻലി, ലിനി ബെന്നി, റോഷ്ലി റോയ്, ടിനു ചാക്കോച്ചൻ, അഞ്ജു ആനി സ്റ്റീഫൻ, കൃഷിൻ ബാബു, ജോജി കെ ജോൺ, അർജുൻ സദാനന്ദൻ, ആൽബിൻ കെ മാർട്ടിൻ, AV വിനീത്, ജിൻസൺ ജോസ്, സാജൻ സലി, റോബർട്ട് വിൽസൺ, അഖിൽ ജേക്കബ് എന്നിവരാണ് ദേശീയ സംസ്ഥാന സൗത്ത് സോൺ അമച്വർ മീറ്റുകളിൽ വിജയക്കൊടി പാറിച്ച് സ്കൂളിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിയത്. സൗത്ത് സോൺ നാഷണൽ സംസ്ഥാന സ്കൂൾ മീറ്റ്, പൈക്ക അമച്വർ മീറ്റ് തുടങ്ങിയവയിൽ ഇവർ സ്വർണ്ണക്കൊയ്ത്ത് നടത്തുകയും ചെയ്തു. ഇതിൽ 5 പേർ പരിശീലകരുടെ തരത്തിലേക്ക് ഉയർന്നു എന്നതും ശ്രദ്ധേയ നേട്ടമാണ്. തായ്ക്കൊണ്ടോയിൽ സ്വയരക്ഷയ്ക്കാണ് പ്രാധാന്യം. കരാട്ടയോട് സാമ്യം തോന്നിക്കുമെങ്കിലും തായ്ക്കൊണ്ടോയിൽ കാലുകൊണ്ടാണ് കൂടുതലായും അടിക്കുന്നതും തടയുന്നതും. കരാട്ടെ പോലെ പ്രഹരം മാരകമല്ലെന്നും മുറിവേൽപ്പിക്കപ്പെടുന്നില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. പെൺകുട്ടികൾ കൂടുതലായി തായ്ക്കൊണ്ട പരിശീലനത്തിന് താല്പര്യം കാട്ടുന്നു എന്നതും ശ്രദ്ധേയമാണ്. സ്കൂളിൽ തായ്ക്കൊണ്ട പരിശീലിക്കുന്നതിൽ 32 പേർ പെൺകുട്ടികളാണ്. ദേശീയ തലത്തിലുള്ള തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് പോലും നടത്താൻ പാകത്തിൽ ഇൻഡോർ സ്റ്റേഡിയം സ്കൂളിലുണ്ട്. ഒരേ സമയം ഇവിടെ 12 കളികൾ നടത്താനാവും. മത്സരം കാണാനും എല്ലാവിധ സൗകര്യങ്ങളും സ്റ്റേഡിയത്തിലുണ്ട്. തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് റോഫിൻ സലീമാണ് കോച്ച്. ഇടുക്കി ജില്ലയിൽ ഇന്ന് 100ഓളം കുട്ടികളെ തായ്ക്കൊണ്ടോയിൽ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഏക സ്കൂള് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിനാണ്. ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ആണ്. സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുരുത്തേൽ, പ്രിൻസിപ്പൽ UK സ്റ്റീഫൻ, ഹെഡ് മാസ്റ്റർ ജോസ് ഇടശ്ശേരി, തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ പ്രോത്സാഹനമാണ് കുട്ടികളുടെ വിജയമന്ത്രം. PTA അംഗങ്ങളും തായ്ക്കൊണ്ടോ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റുമായ AC ബേബി, സെക്രട്ടറി AJ നിവാസ് എന്നിവരുടെ പ്രോത്സാഹനവും പിന്തുണയുമുണ്ട്. VBC ന്യൂസ് ഇടുക്കി.
സ്വാതി തിരുനാൾ എന്ന സംഗീതജ്ഞനെയും ഭരണാധികാരിയെയും കുറിച്ച് ഇന്ത്യ മുഴുവൻ അറിയണമെന്ന് ഗവർണർ ഷീല ദീക്ഷിത് പറഞ്ഞു. ഇതിലൂടെ കേരളത്തിൽ ഉജ്ജ്വലമായ പൈതൃകത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജനതയ്ക്ക് അറിവ് നൽകണമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ 201ാം ജന്മശതാബ്ദി ആഘോഷവും സ്വാതി സംഗീത സഭയുടെ 72ാം വാർഷികാഘോഷവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. His story is a story of inspiration for the whole of India, especially the young people, that our country has produced such geniuses. We all know about Leonardo da Vinci, we all know about other composers and all kinds of singers from the Western world. But in our own country, not many of us are aware of the fact that the southern Carnatic music has produced masters like Tyagaraja and Dikshita included, who are not even known in the north. So we must get to know them. കാർത്തിക തിരുനാൾ തിയേറ്ററിൽ സ്വാതി സംഗീത സഭ സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ ബാബു, പോൾ സെബാസ്റ്റ്യൻ, പ്രൊഫസർ ജാനകി അമ്മാൾ, ഗായകരത്നം GS മണി, സ്വാതി സംഗീത സഭാംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്റർ അവധിക്കാലത്തോടനുബന്ധിച്ച് നടത്തുന്ന നീന്തൽ പരിശീലന ക്യാമ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാമത്തെ ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ബാച്ച് നമ്മൾ അടുത്ത ആഴ്ച ആഭിമുഖ്യത്തിൽ ഇവിടെ നമ്മൾ നീന്തൽ പരിശീലന ക്യാമ്പ് ഔപചാരികമായ ഉദ്ഘാടനം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. കേരളത്തിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വഴി ഇത്തരം പരിശീലനങ്ങൾ എല്ലാ ജില്ലകളിലും പൊതുവിൽ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നീന്തൽ പരിശീലനത്തിന് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കോച്ചുമാരെ സാധാരണഗതിയിൽ കിട്ടാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വോളിബോള്, ഫുട്ബോള്, ബാസ്ക്കറ്റ് ബോള്, അല്ലെ അത്ലറ്റിക്സ് അങ്ങനെയുള്ള ഐറ്റംസിനാണ് നമ്മൾ കോച്ചിങ് ക്യാമ്പ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ തൊടുപുഴ വെങ്ങല്ലൂരിൽ വോളിബോളിൻ്റെ കോച്ചിങ് ക്യാമ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഫുട്ബോളിൻ്റെ ഒരു പ്രഗത്ഭനായ കോച്ച് വിനു ജോർജിൻ്റെ നേതൃത്വത്തിൽ മൂലമറ്റം ICP സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നു. ടേബിൾ ടെന്നീസിൻ്റെ കോച്ചിങ് ക്യാമ്പ് HRCയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. അത്ലറ്റിക്സിന്റെ കോച്ചിങ് ക്യാമ്പ് രായാക്കാട് NRC. 21 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടികൾക്ക് ദേശീയ മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻ ബേബി വർഗീസ് നേതൃത്വം നൽകും. പരിശീലന ക്യാമ്പിൽ 20 കുട്ടികൾക്കാണ് കൗൺസിലിംഗ് അധികാരത്തോടുകൂടി പരിശീലനം ലഭിക്കുന്നത്. എന്നാൽ ജില്ലയിൽ ചില ഭാഗത്തു നിന്നായി 200 പരം കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. പ്രചാരണത്തിന് കൊഴുപ്പേകി പാരഡി ഗാനങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിന് പാരഡി ഗാനങ്ങളും തയ്യാർ. എറണാകുളത്ത് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്ന LDF ആയാലും UDF ആയാലും അവർക്കുള്ള പാരഡി ഗാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് അബ്ദുൽ ഖാദറും സംഘവും. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുന്നത് ഇടതായാലും വലതായാലും വിജയാഹ്ലാദ ഘോഷയാത്രയുടെ വരവറിയിക്കുക അബ്ദുൽ ഖാദറും സംഘവും ചിട്ടപ്പെടുത്തിയ പാട്ടുകളായിരിക്കും. 16-ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആര് ജയിച്ചാലും ഉപയോഗിക്കാവുന്ന തരത്തിൽ പാരഡി ഗാനങ്ങൾ റെഡിയാണ് ഇവരുടെ കയ്യിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അബ്ദുൽ ഖാദറിന്റെ പാരഡി പാട്ടുകളായിരുന്നു മണ്ഡലത്തിൽ മുഴുനീളെ മുഴങ്ങിയത്. എതിർ സ്ഥാനാർത്ഥിയെ കളിയാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ആ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതകൾ വർണ്ണിച്ചുകൊണ്ടും ജയിക്കാനുണ്ടായ കാരണങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടും ഇവിടുത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വളരെ രസകരമായ രീതിയിലാണ് പാട്ടുകൾ തയ്യാറാക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലുള്ളവരും പാരഡി പാട്ടുകൾക്കായി അബ്ദുൽ ഖാദറിനെ സമീപിച്ചിട്ടുണ്ട്. ഇതും ഉടൻ തയ്യാറാവും. NH ഷബീറും ലിജി ഫ്രാൻസിസുമാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. സംസ്ഥാനത്ത് ബസ് ചാർജ് കൂട്ടാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഓർഡിനറി ബസ്സുകളുടെ മിനിമം നിരക്ക് 6 രൂപയിൽ നിന്നും 7 രൂപയാക്കി ഉയർത്തി. MP ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി.
കുറഞ്ഞത് 20,000 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിജയിക്കുമെന്ന് UDF-ഉം 60,000 വോട്ടുകൾക്ക് ജോയ്സ് ജോർജ് വിജയിക്കുമെന്ന് LDF-ഉം. തായ്ക്കൊണ്ടോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് കരിങ്കുന്നത്ത് കളമൊരുങ്ങുമ്പോൾ കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ തായ്ക്കൊണ്ടോയിൽ മെഡൽ നേടിയ കുട്ടികൾ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഫണ്ടമെന്റൽ അക്വാറ്റിക് സെന്ററിൽ അവധിക്കാലത്തോടനുബന്ധിച്ച് നീന്തൽ പരിശീലന ക്യാമ്പ് നടന്നു. ഇരുട്ടിനെ അറിവിന്റെ വെളിച്ചം കൊണ്ട് പ്രഭാപൂരിതമാക്കി +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി റസൽ ബാബു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.